ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഇതെന്താണെന്നറിയാം, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നു ഉരുക്ക് വെളിച്ചെണ്ണ. അപ്പോൾ ഉരുക്ക് വെളിച്ചെണ്ണ നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള അത്രയും തേങ്ങ എടുക്കുക, മിക്സിയിലോട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് കണ്ടോ, ഇതിൻ്റെ പാലെടുത്താണ് ഇത്രയും ഉണ്ട്. നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന അവിടെ സ്വന്തം ജോസ്റ്റാനാണ്, നോക്കിയേ കണ്ടോ. അത് കണ്ടോ എല്ലാം സെറ്റാക്കി അതിനുവേണ്ടി പ്രത്യേകം തുണികളൊക്കെ എടുത്ത് കണ്ടോ സെറ്റാക്കി അത് ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് വച്ചേക്കുവാണ്. അപ്പം നമ്മളിവിടെ എടുത്തേക്കുന്നത് ഒരു തേങ്ങയെ നമ്മൾ എടുത്തിട്ടുള്ളൂ. ആ ഒരു തേങ്ങയും കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കതൊന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ ആരും കണ്ടിട്ടില്ല വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കും. കുട്ടികൾക്കും വലിയവർക്കും നല്ലതാണ്, മുടിയൊക്കെ വളരാനും കുഞ്ഞുങ്ങൾക്ക് മസ്തിൻ്റെ ബോണൊക്കെ സൂപ്പറാകാനും ഒക്കെ വളരെ നല്ലതാണ്. മുടി കളിക്കാൻ വളരെ അടിപൊളിയാണ്. അത് നമുക്കൊന്ന് നോക്കാം. ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ നമ്മൾ അടി കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി എടുക്കണം. ശരിക്കും നമ്മൾ ഇരുമ്പ് ചീനിച്ചട്ടിയാണ് നല്ലത്. അപ്പം നമുക്ക് അതില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ചീനിച്ചട്ടി എടുത്തു. ഓക്കെ, അതൊന്ന് വെള്ളമെല്ലാം ഒന്ന് പറ്റി വന്നു കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഓൾറെഡി എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കോക്കനട്ടിൻ്റെ മിൽക്ക്. ഓക്കെ, അപ്പം തേങ്ങാപ്പാൽ നമ്മൾ എടുത്തിട്ട് ഇതിലേക്ക് വെള്ളം നന്നായിട്ട് പറ്റി വരണം കേട്ടോ. പറ്റി വന്നതിന് ശേഷം നമ്മളിതെടുത്ത് അങ്ങോട്ട് ഒഴിക്കണം. അപ്പം വെള്ളം പറ്റി കണ്ടോ, വെള്ളം പറ്റി നമ്മൾ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. കണ്ടോ, മുഴുവനും കോക്കനട്ട് നമ്മൾ ആ മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, ഇനി ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇളക്കി പറ്റി കണ്ടോ, നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് നന്നായി തിളച്ചിങ്ങനെ വരണം, തിളച്ച്. ഇത്രയാണ് ഇപ്പോഴത്തെ അതിൻ്റെ ക്വാണ്ടിറ്റി. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മളിപ്പോൾ വെച്ചേക്കുന്നത്. ചൂടായി അതൊന്ന് ചായായി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഒഴിച്ചതിനെക്കാട്ടും പറ്റി വരുന്നുണ്ടോ. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതേ കണ്ടോ ഇങ്ങനെയായി, ഇങ്ങനെ കുറുകി ഇതൊന്ന് പച്ച കഴിയും. കണ്ടോ ഇത്രയും അധികം. ഓക്കെ, അപ്പോൾ അത് ദേ ഇങ്ങനെയായി കണ്ടോ. നമ്മളെടുത്ത് ഒഴിച്ച് വെച്ചിരുന്ന കോക്കനട്ട് മിൽക്ക് ഇത് ഇങ്ങനെ കണ്ടോ ഈ പരുവായി ഇങ്ങനെ ആവും. ഇനി ഇതെങ്ങനെ ആവും ഇതിനിയും ഒരു 10 മിനിറ്റോടെ കഴിയുമ്പോഴത്തേക്ക് ഇത് വെറും നൈസ് നമ്മളെ വെളിച്ചെണ്ണയായിട്ട് മാറി കിട്ടും. അപ്പോൾ നമ്മളിതിങ്ങനെ ഇവിടെ വെച്ചേക്കണം, അങ്ങനെ അത് പിഴിഞ്ഞെടുക്കണം. എന്തോ ചെയ്യണം? അല്ല, അതൊന്നും വേണ്ട. ഇതിൻ്റെ 2 ഐറ്റമായിട്ട് മാറും. എണ്ണ സെപ്പറേറ്റും അതിൻ്റെ കൊന്ത് സെപ്പറേറ്റുമായിട്ട് മാറും. അത് ഒരു 10 മിനിറ്റോടെ എടുക്കും. ഇതിപ്പം ഒരു 5 മിനിറ്റ് 8-9 മിനിറ്റോടെ വേണ്ടി വരും. അപ്പോൾ ഗൈസ്, ഇതാ നമ്മൾ ആ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞു. കണ്ടോ, നമ്മൾ ഒരു തേങ്ങയാണ് എടുത്തത്. ഒരു തേങ്ങ നമ്മൾ എടുത്തത് നമുക്ക് കിട്ടിയേക്കുന്നുണ്ട് ഇത്രയുമേ ഉള്ളൂ എണ്ണ. ഇത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. കണ്ടോ, വെർജിൻ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ ഓരോ തുള്ളിയും വളരെയധികം ഔഷധ ഗുണവും വളരെയധികം മെച്ചപ്പെട്ടതാണ്. ഇതിൻ്റെ കണ്ട് ഇതില്ലേ ഈ തേങ്ങ, അത് നല്ലതാണ്. നമ്മൾ കഴിക്കാം, ചുമ്മാതാണേലും അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ വെറുതെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ ആണെങ്കിലും ചക്കരയൊക്കെ പറ്റി കഴിക്കാൻ ഈ തേങ്ങയും നല്ലതാണ് കേട്ടോ. അത്ര നമുക്ക് കിട്ടി. ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതിനകത്ത് എണ്ണ. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളപ്പം വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നത്. പ്രിപ്പയർഡ് ബൈ ജോസ് വെർജിൻ കോക്കനട്ട് ഓയിൽ. ഗൈസ്, അപ്പോൾ നമുക്ക് ഇത്രയുമാണ് എണ്ണ കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ പരുവം കണ്ടോ ഇങ്ങനായി. കണ്ടോ, ഇതിനകത്ത് ഇങ്ങനെ എണ്ണ നമ്മൾ ഊറ്റി വന്ന് ഇനിയിപ്പോൾ കരിഞ്ഞ് ഇനിയിപ്പോൾ ഇതിനകത്തൊന്നും എടുക്കാൻ വേണ്ടിയില്ല. ഇതിനകത്ത് ഇത്രയും വന്നുണ്ടോ, നമുക്ക് ഇത്രയും നമുക്ക് കിട്ടും. കണ്ടോ, സൂപ്പർ ടേസ്റ്റി മഷ്റൂം കറി.